ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെ ആണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത് ആദ്യത്തെ ലെജിസ്ലേറ്റീവ് പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീ സമൻസ് പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവ് ദ ലോകസഭ. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാനോ ലോകസഭ പിരിച്ചുവിടുകയോ ലെജിസ്ലേറ്റീവ് പവർ ഉപയോഗിച്ച് പ്രസിഡൻറ്റിന് ചെയ്യാം. രണ്ടാമത്തെ ലെജിസ്ലേറ്റീവ് പവർ പറയുന്നത് ഹീ സമൻസ് എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ലോകസഭ ആൻഡ് രാജ്യസഭ ഇൻ കേസ് ഓഫ് ഡെഡ് ലോക്ക്. അതായത് പ്രത്യേക ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ പ്രസിഡൻറ്റിന് ലോകസഭയും രാജ്യസഭയും ജോയിൻറ്റ് സിറ്റിംഗ് നടത്താനുള്ള പവറുണ്ട്. മൂന്നാമത്തെ പറയുന്നത് ഹീ അഡ്രസ്സസ് ദ ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ആഫ്റ്റർ എവരി ജനറൽ എലക്ഷൻ. ഒരു പൊതുസമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. പിന്നെ നാലാമത്തെ പറയുന്നത് ഹി അപ്പോയിൻറ്റഡ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോകസഭ ആൻഡ് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ വെൻ ദ സീറ്റ് ഫാൾ വേക്കൻറ്റ്. സീറ്റ് വേക്കൻറ്റ് വരുന്ന സാഹചര്യത്തിൽ ലോകസഭയുടെയോ രാജ്യസഭയുടെയോ സ്പീക്കർമാരെയോ മറ്റു വെയിറ്റ് ചെയ്യുമ്പോൾ പാർലമെൻറ്റിലെ ഉള്ള മെമ്പർമാരിൽ നിന്ന് ഒരാളെ പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കാം. അഞ്ചാമത്തെ ലെജിസ്ലേറ്റീവ് പവർ പറയുന്നത് ഹി നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് 12 മെമ്പർമാരെ നിയമിക്കാം. ഹി ഓൾസോ നോമിനേറ്റ് 2 മെമ്പർ ഇൻ ലോകസഭ ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. നൗ ഇറ്റ് ഈസ് അബോളിഷ്ഡ് ഇൻ ദ അമെൻഡ്മെൻറ്റ്. He consulted the Election Commission of India on the request of disqualification of MPs. എംപിമാരുടെ അയോഗ്യതയെ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച ചെയ്യാം. He recommends permit introduction of certain type of bills. ചിലതരം ബില്ലുകൾ റെക്കമെൻഡ് ചെയ്യാനും പെർമിറ്റ് ചെയ്യാനുള്ള പവർ ലെജിസ്ലേറ്റീവ് പവറിൽ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്. പിന്നെ ഓർഡിനൻസ് മേക്ക് ചെയ്യാനുള്ള ഒരു പവർ ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ പറയുന്നത്. പാർലമെൻറ്റിന് മുമ്പിൽ താഴെ പറയുന്ന റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് പ്രസിഡൻ്റാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഫിനാൻസ് കമ്മീഷനും തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ ഈ 3 റിപ്പോർട്ടുകൾ പാർലമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത് പ്രസിഡൻ്റാണ്.